ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മെസ്സേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഇലക്ട്രോണിക് പ്രോജക്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു മോഡാണ്. ഇന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൾട്ടിമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ളൊരു പ്രോബാണ്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബാലൻസ് ഉള്ള സൈഡ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു സാധനം നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു LED ആണ്, പിന്നെ 1 kilo ohmൻ്റെ ഒരു റെസിസ്റ്റർ, 9 volt ബാറ്ററിയും പിന്നെ അതിൻ്റെ ക്ലിപ്പും ആവശ്യമായിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മുടെ LED ബൾബ് എടുത്തതിന് ശേഷം LEDയുടെ പോസിറ്റീവ് ലെഗിലോട്ട് നമ്മുടെ 1 kilo ohmൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, അതിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ 9 volt ബാറ്ററി ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ റെഡ് വയർ, അതായത് പോസിറ്റീവ് വയർ റെസിസ്റ്ററിൻ്റെ മറ്റേ അറ്റത്തോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റെഡ് പ്രോബ് എടുത്തിട്ടുണ്ട്. റെഡ് പ്രോബ് നമ്മുടെ ബാറ്ററി ക്ലിപ്പിൻ്റെ ബ്ലാക്ക് വയറുമായിട്ട്, അതായത് നെഗറ്റീവ് വയറുമായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ബ്ലാക്ക് പ്രോബ് എടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം നമ്മുടെ LEDയുടെ നെഗറ്റീവ് ലെഗിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കണക്ഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ 9 volt ബാറ്ററി എടുത്തതിന് ശേഷം ഈ ക്ലിപ്പിലോട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോബിൻ്റെ 2 ലെഗുകൾ തമ്മിൽ കൂട്ടി ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു LED നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വയർ കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോബിൻ്റെ 2 അറ്റം ആ വയറിൻ്റെ 2 അറ്റത്തോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിപ്പോൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ LED നല്ലപോലെ തന്നെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ വയർ അകത്ത് വെച്ചിട്ട് കട്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതുകൂടെ നമുക്ക് ചെറിയ LED ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. LEDയുടെ 2 ലെഗിലോട്ട് ഈ ഒരു പ്രോബ് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല LED ആണെങ്കിൽ അത് വർക്ക് ചെയ്യുകയും കേടായ LED ആണെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ LED ബൾബൊക്കെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പാനലിലുള്ള എല്ലാ SMD LEDകളും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോബ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. LED പ്രോബിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ LED നല്ലതാണെങ്കിൽ വർക്ക് ചെയ്യുകയും മോശം LED ആണെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ സർക്യൂട്ട് മുഴുവനായിട്ട് ഈ ഒരു കേസിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കണക്ഷനൊന്നും ഇളകിപ്പോകാതെ നല്ല ഭാഗങ്ങളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു LEDക്ക് പകരം നിങ്ങൾക്ക് ബസർ യൂസ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ഇൻഡിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.